ഗൈസ്, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ ഇന്ന്. ഞാനിപ്പം ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിലേക്ക്. അപ്പം യാത്ര പൊയ്ക്കൊണ്ടിരിക്കുക, അത്യാവശ്യം ലോങ്ങാണ് യാത്ര പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് കുറച്ച് ആവശ്യങ്ങളായി, എനിക്ക് പകുതിക്കൽ ഇറങ്ങേണ്ടി വന്നു. അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചോളൂ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ലോട്ടറി, എൻ്റെ ഭാഗ്യ പരീക്ഷണത്തിനൊരു ചേട്ടൻ ഒരു ലോട്ടറി എടുത്ത് വന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ പ്രകൃതി, അത് നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ പ്രകൃതി രമണീയമായ എൻ്റെ നാട്ടിലേക്കാണ് എൻ്റെ യാത്ര. അങ്ങനെ എൻ്റെ നാട്ടിലേക്കെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുപ്പിയിലെ വെള്ളം കമന്ന് എൻ്റെ പാൻറ്റിൽ മൊത്തമായിട്ടാണെന്നറിയൂ ഗൈസ്. ഞാനൊന്ന് പുറത്തിറങ്ങിയത് എൻ്റെ പാൻറ്റിലും എൻ്റെ ഡ്രസ്സിലും എല്ലാം ആ വെള്ളം, ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അത് മൊത്തം കമന്നു. എന്നിട്ട് ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ്. അപ്പം അതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഒരു ചേട്ടൻ അവിടെ ഇരിക്കാൻ പോയപ്പം ഞാൻ മൂത്രം ഒഴിച്ചാണെന്ന് ഓർത്താണ് ചേട്ടൻ എന്നെ ഒരു നോട്ടം. ഇതാണ് ആ വില്ലൻ, ഇത്രയും വെള്ളം പോയിട്ടോ, ഒരു കുപ്പി വെള്ളമാണ് പോയത്. അങ്ങനെ എൻ്റെ അമ്മയുടെ വീട്ടിലെത്തി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് എൻ്റെ അമ്മ വീട്. ഞാൻ അത്ര മിസ് ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ അമ്മ വീട്. ഇത് എൻ്റെ അമ്മ വീട്ടിലെ അമ്പലമാണ്. ഒരു നല്ല പ്രസിദ്ധമായ ഒരു അമ്പലമാണ് കേട്ടോ അത്. അതിൻ്റെ കൽപ്രതിമ, ഇതാണ് അമ്പലത്തിൻ്റെ വാതിൽ. ഇത് കയറി വരുമ്പോഴാണ് നമ്മുടെ അമ്പലം ഉള്ളത്. പിന്നെ ഇത് അമ്പലത്തിനകത്തൂടുള്ള വഴിയാണ്. ഞാൻ ജസ്റ്റ് അതിനകത്തൂടെയൊക്കെ ഒന്ന് പോയി നടന്ന് എടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ ഗായ്സ് ഇത്. ഇത് നമ്മുടെ ഗോശാലയാണ്. അത്യാവശ്യം നല്ല പശുക്കളും ഒക്കെ നല്ല രസമാണ് ഇവിടെ കാണാൻ കേട്ടോ. നമ്മുടെ ദേവൂട്ട് കണ്ടോ, പശുവിന് പുല്ല് കൊടുക്കുന്നത്. അവൻ്റെ അഭിനയം കേട്ടോ, പശുവിന് അവന് പേടിയാണ് കേട്ടോ. അവന് എന്നിട്ട് എങ്ങനെയാണത് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കണ്ടോ മുഖത്തെ ധൈര്യം കണ്ടോ, ചിരിയൊക്കെ കാണില്ലേ ഗായ്സ്. അങ്ങനെ അത്യാവശ്യം നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിനൊരു ശാന്തി കിട്ടുന്ന ഏറ്റവും വലിയൊരു നല്ല സ്ഥലമാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീടെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ അമ്പലക്കുളം നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ അമ്പലക്കുളം വരുന്നത്. അതൊക്കെ നമ്മുടെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. എനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ആ ഗോശാലയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു റിലീഫാണ് നമ്മൾക്ക് കിട്ടുന്നത്. എൻ്റെ ലൈഫിലെ സ്ട്രെസ്സും സ്ട്രെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലതും മറക്കുന്നതും ഞാൻ ഇവിടെ വെച്ചിട്ടാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടി. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മായി, ഇതാണ് കേട്ടോ എൻ്റെ അമ്മായിക്ക് ഒരുപാട് പെറ്റ്സ് ഉണ്ട്. ഇതാണ് അമ്മായിയുടെ, ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. ഇതാണ് അമ്മായിയുടെ തത്തയുടെ പേര്. അമ്മായി 2 തത്തയുണ്ട് അമ്മായിക്ക്. അതിന് 2 എന്തൊക്കെയോ പേരിട്ടിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അമ്മായിയുടെ ജീവൻ തന്നെ ഈ തത്തകളും പൂച്ചകളും ഒക്കെയാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ പറത്തി വിട്ടാലും ഈ തത്തയൊന്നും നമ്മുടെ അടുത്തൊന്നും പോയില്ല കേട്ടോ. അത്രയ്ക്കും ഇഷ്ടമാണ് അമ്മായിക്ക് അവർക്ക് അമ്മായിനെ. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ആലാണ് കേട്ടോ. വളരെ പ്രസിദ്ധവും ഒരുപാട് ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു ആലാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ കണ്ടോ അമ്പലക്കുളം. ഇത് നമ്മുടെ വീടാണ് കേട്ടോ. വീടാണ്. ഇതാണ് നമ്മുടെ അമ്മയുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.